ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കെമി പേപ്പർ കൊണ്ടൊരു മാന ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ഒരു പേപ്പർ എടുക്കുക. അളവ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും മടക്കിയെടുത്തതിന് ശേഷം ഈക്വൽ ഹാഫായിട്ട് രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. ഇനി ഈ പേപ്പർ നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ മടക്കിയെടുക്കാം. അതിനുശേഷം ഡയമണ്ട് ഷേപ്പിൽ വരുന്നതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഒരു വശം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വശവും ഇതേപോലെ തന്നെ മടക്കി കൊടുക്കാം. നമ്മൾ മടക്കിയെടുത്തതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി നമ്മൾ മടക്കിയതിന് മുകളിലേക്കാക്കി ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. ഇനി മടക്കിയ ഭാഗങ്ങൾ നിവർത്തി അതിൻ്റെ സൈഡുകൾ ഉള്ളിലേക്കാക്കി ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. അടുത്ത സൈഡും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. നമ്മൾക്കിപ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇതിൻ്റെ ഒരു സൈഡ് മാത്രം സെൻറ്ററിൽ ഓപ്പൺ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആ ഭാഗത്തെ പേപ്പറുകൾ രണ്ട് സൈഡിലേക്കുമായിട്ട് ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കുക. മടക്കി കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം നിവർത്തുക. അപ്പോൾ നമുക്കൊരു വി ഷേപ്പ് ഉള്ളിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി മടങ്ങിയിരിക്കുന്ന ആ ഭാഗം നിവർത്തി ഇതേപോലെ മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ മടക്കിയ രണ്ട് ഭാഗങ്ങളുടെയും സൈഡുകൾ ഉള്ളിലേക്കാക്കി ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും മടക്കിയ ശേഷം ആ ഭാഗങ്ങൾ ചേർത്ത് ഒന്നിച്ചാക്കി ഒരിക്കൽ കൂടി മടക്കി കൊടുക്കാം. ഇനി ഇപ്പം മടക്കിയ ഭാഗം അല്ലാതെ സെൻറ്ററിലുള്ള ഭാഗം രണ്ട് സൈഡിലേക്കുമായി ഇതേപോലെ മടക്കി കൊടുക്കാം. മടക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യുക. മുകളിൽ വരുന്ന പേപ്പർ മടക്കിയതിന് ശേഷം അതിൻ്റെ താഴെയുള്ള പേപ്പർ കൂടി അതിന് മുകളിലേക്കായി മടക്കി കൊടുക്കാം. ഒരു സൈഡ് മടക്കിയതിന് ശേഷം ആ ഭാഗം നിവർത്തി അടുത്ത സൈഡ് കൂടി ഇതേ രീതിയിൽ മടക്കിയെടുക്കാം. ഇപ്പോൾ നമുക്കൊരു ക്രോസ്ഡ് ലൈൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഹെഡ് പോർഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മുകൾ ഭാഗത്തെ പുറത്തേക്കുള്ള പേപ്പറിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്ത മുഴുവൻ ഭാഗങ്ങളും രണ്ടാക്കിയിട്ട് ഈ ഒരു രീതിയിൽ മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാനിൻ്റെ ഹാഫ് പോർഷൻ മാത്രമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ സെയിം അളവിൽ, അതായത് 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ കൂടി എടുക്കുക. എന്നിട്ട് അതും കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കാം. രണ്ട് സൈഡും മടക്കിയതിന് ശേഷം അത് ഈക്വൽ ഹാഫായിട്ട് കൂടി രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. ഇനി അത് ഡയമണ്ട് ഷേപ്പിലാക്കി എടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത സെയിം രീതിയിൽ തന്നെയാണ് ഈ പേപ്പറും ചെയ്തെടുക്കേണ്ടത്. ഡയമണ്ട് ഷേപ്പിൽ വന്ന പേപ്പർ രണ്ട് സൈഡിലേക്കുമായി മടക്കിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ മടക്കിയതിൻ്റെ മുകളിലേക്കാക്കി വയ്ക്കാം. ഇനി മടക്കിയ ഭാഗം നിവർത്തി അതിൻ്റെ സൈഡുകൾ ഉള്ളിലേക്കാക്കി ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. ഇനി സെൻറ്റർ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തെ പേപ്പറുകൾ രണ്ട് സൈഡിലേക്കുമായിട്ടൊന്ന് മടക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഭാഗങ്ങൾ നിവർത്തി ഈ ഒരു രീതിയിൽ വയ്ക്കാം. ഇനി നമ്മളിപ്പോൾ മടക്കിയ ഭാഗത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കാം. മടക്കി കഴിയുമ്പോൾ ആ ഭാഗങ്ങൾ ചേർത്ത് വയ്ക്കാം.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റത്തെ പോർഷനിൽ ചെയ്തത്. ഇനി ഇവിടെ നിന്നുള്ള കാര്യങ്ങളാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കി വരുന്ന സെൻറ്ററിലെ ആ പേപ്പർ നമ്മളിപ്പോൾ മടക്കിയ ഭാഗത്തിൻ്റെ സെൻറ്ററിലേക്കാക്കി മടക്കി കൊടുക്കാം. അതിന് തൊട്ട് താഴെയായിട്ട് അതിന് പുറകിലുള്ള പേപ്പറും മടക്കി കൊടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ട് ഈ രീതിയിൽ മടക്കി വയ്ക്കാം. ഇനി ഈ രണ്ട് ഭാഗങ്ങളും നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാനിൻ്റെ കൊമ്പുകളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് രണ്ട് സൈഡിൽ നിന്നും വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് രണ്ട് സൈഡിലേക്കുമായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സെൻറ്റർ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി നിവർത്തി കൊടുക്കാം. ഇനി നമുക്ക് കണ്ണുകൾ വരച്ച് കൊടുക്കാം. അപ്പോൾ ഈസി ആൻഡ് ഫണ്ണായിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.